ഫിലിം ഗാരേജിന്റെ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ ബിസിനസ് കളക്ഷനിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ രണ്ട് ധ്യാൻ ശ്രീനിവാസൻ സിനിമകളുടെ കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അതിലൊരു സിനിമ സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന സിനിമ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണല്ലോ. സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ വെറും 11 ലക്ഷം രൂപയാണ്. ചിത്രം തിയേറ്ററുകളിലെ വൻ ദുരന്തമായിട്ട് മാറിയിരിക്കുകയാണ്. 3 കോടിയിൽ താഴെയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്ന് അറിയാനായിട്ട് കഴിയുന്നു. അതേസമയം ഏകദേശം 5 കോടിയിൽ താഴെ ബഡ്ജറ്റ് കണക്കാക്കുന്ന പാർട്ട്നേഴ്സ് എന്ന സിനിമ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ. ആവറേജ് അതിന് താഴെയുള്ള അഭിപ്രായങ്ങളെല്ലാം തന്നെ ലഭ്യമായ, എന്നാൽ സമീപകാലത്തെ ധ്യാൻ സിനിമകളിൽ ഭേദപ്പെട്ട സിനിമ എന്നൊരു അഭിപ്രായം നേടിയെടുത്ത പാർട്ട്നേഴ്സ് എന്ന സിനിമയ്ക്ക് 2 ദിവസങ്ങൾ കൊണ്ട് 10 ലക്ഷത്തോളം രൂപ മാത്രമേ കളക്ഷൻ ഉള്ളൂ. ചിത്രത്തിന്റെ കൂടുതൽ കളക്ഷനായിട്ട് കാത്തിരിക്കൂ. ഉള്ളൊഴുക്ക് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഞായറാഴ്ച കേരള ട്രാക്കിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. മുൻ ഞായറാഴ്ചകളിൽ ഇതുപോലെ സിനിമ ഇന്നും തിയേറ്ററുകളിലെ കളക്ഷൻ വർധന നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 7 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 10 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് കേരളത്തിൽ 20 ലക്ഷത്തിൽ പരം ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമയുടെ കേരള ഗ്രോസ് 4 കോടി രൂപയ്ക്ക് മുകളിലും വേൾഡ് വൈഡ് ഗ്രോസ് 6 കോടി 50 ലക്ഷത്തിന് മുകളിലേക്കും എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ സിനിമയുടെ അടുത്ത കൃത്യമായ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്. സമീപകാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ ബോളിവുഡിലെ വൻ വയലൻസ് നിറഞ്ഞ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണല്ലോ കിൽ. 2 ദിവസത്തെ സിനിമയുടെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ 3 കോടി 55 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് ഗ്രോസ് 4 കോടി 50 ലക്ഷത്തോളം രൂപയാണ്. ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ 2ാം ദിവസം നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്ന് ഞായറാഴ്ചയും മികച്ച കളക്ഷൻ വർധന പ്രതീക്ഷിക്കുന്നു. മലയാളി ഫ്രം ഇന്ത്യ കഴിഞ്ഞ ആഴ്ച സോണി ലിവിലൂടെ OTT റിലീസ് ചെയ്ത സിനിമയാണല്ലോ. തിയേറ്ററുകളിലെ മിക്സഡ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയ്ക്ക് OTT റിലീസിന് ശേഷവും സമാന അഭിപ്രായം തന്നെയാണ് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഒരു പൂർണ്ണ സംതൃപ്തി നൽകിയില്ല സിനിമ എന്നൊരു അഭിപ്രായമാണ് കൂടുതൽ പ്രേക്ഷകരിൽ നിന്ന് കമന്റുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നിവിൻ നായകനെത്തിയ സിനിമ നിവിന്റെ ബിഗ് ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സമീപകാല സിനിമയാണ്. ലിസ്റ്റൺ സ്റ്റീഫൻ നിർമ്മിച്ച സിനിമയ്ക്ക് 30 കോടിയോളം രൂപയായിരുന്നു ബഡ്ജറ്റ്. 18 കോടിയായിരുന്നു സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ കളക്ഷൻ. തിയേറ്ററുകളിലെ പരാജയമായ സിനിമ OTT റൈറ്റ്സിലൂടെ മികച്ചൊരു കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഏകദേശം 12 കോടി രൂപയ്ക്കാണ് സോണി ലിവ് സിനിമയുടെ OTT അവകാശങ്ങൾ പാൻ ഇന്ത്യൻ റിലീസിന് വേണ്ടി സ്വന്തമാക്കിയത് എന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ സിനിമയുടെ ഇതുവരെയുള്ള ആകെ ബിസിനസ് 30 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യനെറ്റ് വല്ലതും സ്വന്തമാക്കുകയാണെങ്കിൽ മികച്ചൊരു ബിസിനസ് അവിടെയും നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആക്കി നോക്കുകയാണെങ്കിൽ നിവിനും ലിസ്റ്റിനും ഒരുമിച്ച 3 സിനിമകളിൽ ചെറിയ നഷ്ടമുണ്ടാക്കുമെങ്കിൽ പോലും മുൻ സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഭേദപ്പെട്ട ബിസിനസ് നേടിയെടുക്കുന്ന സിനിമയായിട്ട് ചിത്രം മാറിയിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.